ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളെല്ലാവരെയും ഈ ആഴ്ചയിലെ പഠനത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ളതായ ഭാഗം എന്ന് പറയുന്നത് ദൈവിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ദ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ്സ് ഗവൺമെൻറ് എന്നുള്ളതായ പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള വെളിച്ചം എന്നുള്ളതായ ഒരു പാഠഭാഗം നമ്മൾ ചിന്തിച്ചു. നല്ല രീതിയിലുള്ളതായ ഓരോ മർമ്മങ്ങളെയും ആ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും ഒക്കെയും നമുക്ക് സഹായിച്ചു. ഈ ആഴ്ചയിലെ പാഠത്തിൽ ഒരിക്കൽ കൂടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനം എന്നുള്ളതായ പാഠഭാഗമാണ് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നതായ വേദഭാഗം. വെളിപ്പാട് പ്രവചന പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായുള്ള ഒരു വേദഭാഗമാണ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേദഭാഗം. തിരുവചനത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പ്രവചന പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അത് സ്വർഗത്തിൽ നിന്നും ആരംഭിച്ച് ഇപ്പോഴും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവും സാത്താനും തമ്മിലുള്ളതായ പോരാട്ടം, അല്ലെങ്കിൽ സത്യവും തിന്മയും തമ്മിലുള്ളതായ പോരാട്ടം ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പര്യവസാനത്തിൽ തിന്മ എന്നേക്കുമായി തുടച്ചു നീക്കിക്കളഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു വലിയ പ്രതീക്ഷ, ഒരു പ്രത്യാശ നൽകിക്കൊടുക്കും എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ അവസാന കാലങ്ങളിലേക്ക് തിരുവചനാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അന്ത്യനാളുകളിലാണ്. അതിൻ്റെ അവസാനത്തേക്ക് നാം ഓരോരുത്തരും എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ വേദഭാഗങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് ഈ ആഴ്ചയിലെ പാഠഭാഗവും നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ആഴ്ച പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് നിയമം, അതുപോലെ ശബത്ത്, ദ ലോ ആൻഡ് ദ സാബത്ത് എന്നുള്ള ഭാഗമാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതായ കാര്യമാണ്. സ്വർഗീയ കൂടാരത്തിലെ നിയമം, അതുപോലെ നിത്യ നിയമം എന്താണെന്നും, അതുപോലെ ശബത്ത് എന്താണെന്നും, ശബത്തിൻ്റെ അർത്ഥം എന്താണെന്നും, അതുപോലെ ശബത്തും ഈ അന്ത്യകാലവും എന്താണ് എന്നതിനെക്കുറിച്ചും ഒക്കെയും നല്ല രീതിയിൽ ഉള്ളതായ ഒരു പാഠഭാഗമാണ് നമുക്ക് ഈ ആഴ്ചയിലുള്ളത്. നമുക്കറിയാം, ഈ ഒരു ക്വാർട്ടറിലുടനീളം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി, മിസ്സിസ് വൈറ്റ് എഴുതിയതായ വൻ പോരാട്ടം എന്നുള്ളതായ പുസ്തകത്തിൽ നിന്നും ഓരോ ഭാഗത്തെ അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സിനെ ആധാരമാക്കിക്കൊണ്ട് സമ്മറി ആയിട്ട് നൽകിയിരിക്കുന്ന ഭാഗമാണ്. നമുക്ക് മുഴുവനായിട്ടും അത് നൽകി തരുവാൻ കഴിയില്ല. നമ്മുടെ ഓരോ ഭവനങ്ങളിൽ ആ പുസ്തകമുണ്ട്. നമ്മളെല്ലാവരും വായിക്കുക, പഠിക്കുക. ഈ ആഴ്ചയിൽ ആ പുസ്തകത്തിൽ 25 മുതൽ 27 വരെയുള്ളതായ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25-ാമത്തെ പാഠം എന്ന് പറയുന്നത് ഗോഡ്സ് ലോ ഇമ്മ്യൂട്ടബിൾ, 26-ാമത്തെ പാഠം എന്ന് പറയുന്നത് എ വർക്ക് ഓഫ് റിഫോം, അതുപോലെ 27-ാമത്തെ പാഠം എന്ന് പറയുന്നത് മോഡേൺ റിവൈവൽസ്, അതുപോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സുസ്ഥിരമാകുന്നു. 26-ാമത്തെ പാഠം എന്ന് പറയുന്നത് നവീകരണത്തിൻ്റെ വേല. 27-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആധുനിക ഉണർവുകൾ എന്നുള്ളതായ ഭാഗം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായും ഈ ആഴ്ചയിൽ നമ്മൾ നോക്കുന്നത് ദ ലോ ആൻഡ് ദ സാബത്ത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമം, അതുപോലെ ശബത്ത്, വിശുദ്ധ ശബത്ത്. വിശുദ്ധ മന്ദിരവും നിയമവും നമ്മൾ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
നമുക്കറിയാം വിശുദ്ധ മന്ദിര ശുശ്രൂഷകൾ എന്താണ്, അതെന്തിനെ പ്രതിദാനം ചെയ്യുന്നു. വരുവാനിരുന്ന മശിഹായെ ചൂണ്ടിക്കാണിക്കുന്ന മശിഹ അല്ലെങ്കിൽ എന്നേക്കുമായി എല്ലാവർക്കും വേണ്ടി പാപയാഗമായി തീർന്നതിനെ സൂചിപ്പിക്കുന്നതായ ഓരോ യാഗാദി കർമ്മങ്ങളും എങ്ങനെ നടത്തണം, അതെവിടെ നടത്തണം, അത് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കുന്നു, ജനവും ദൈവമായിട്ടുള്ള ബന്ധം എവിടെ നടക്കണം എന്നൊക്കെ നമുക്ക് പഴയ നിയമപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ മന്ദിരവും നിയമവും എന്നുള്ളതായ ഭാഗത്ത് നമ്മൾ സമാഗമന കൂടുതൽ ശുശ്രൂഷ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് പുരോഹിതൻ എല്ലായ്പ്പോഴും കയറുവാൻ തക്കവണ്ണം സാധിക്കാത്തതായ സ്ഥലമാണ്. ദൈവിക പ്രസൻസ് ഉള്ളതായ സ്ഥലമാണ്. അത് വർഷത്തിൽ ഒരു തവണ മാത്രം, പാപപരിഹാര ദിവസം മാത്രം അവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ നിയോഗിക്കപ്പെട്ടതായ സ്ഥലമാണ്. ആ അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ 10 കൽപ്പന അടങ്ങിയിരിക്കുന്നതായ നിയമപ്പെട്ടകം അവിടെ സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എല്ലായ്പ്പോഴും പുരോഹിതന് കയറി ഇടപെടുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടയായ സ്ഥലമല്ല അത് എന്ന് തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ പ്രസൻസ് ഉള്ളതായ അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യമുള്ളതായ അതിവിശുദ്ധ സ്ഥലത്ത് എല്ലായ്പ്പോഴും വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നൊക്കെ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പാപപരിഹാര ദിവസം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്കൊരു ന്യായവിധിയുടെ ദിവസമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്നേ ദിവസം അവരുടെ എല്ലാവിധമായ പാപങ്ങളും അവർ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ പാപങ്ങളോട് പശ്ചാത്തപിച്ച് അനുദപിച്ചിരിക്കേണ്ടതായ സമയം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണമുള്ളതായ ആ ഒരു അവസരം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ദിവസം മാത്രമാണ് നമ്മൾ കണ്ടതുപോലെ മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത്. അവിടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഏറ്റവും അകത്തെ അറയിൽ നാം കണ്ടതുപോലെ ഏറ്റവും അകത്തെ അറ എന്ന് പറയുന്നത് മോസ്റ്റ് ഹോളി പ്ലേസ് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ആ ഒരു ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പെട്ടകത്തിനുള്ളിൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകളാൽ വെച്ചതായ കൽപ്പനകൾ, 10 കൽപ്പനകൾ, 10 കമാൻഡ്മെൻറ്റ്സ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മഹാപുരോഹിതൻ പാപത്തിൽ നിന്നും വിശുദ്ധ മന്ദിരത്തെ മുഴുവനായിട്ടും ശുദ്ധീകരിക്കാൻ രക്തം തളിക്കുന്നത് ഈ കൃപാസനത്തിന് മുകളിലാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ പെട്ടകം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ പെട്ടകത്തിനകത്ത് നമുക്ക് നിയമം കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ മൂടിയെയാണ്, അടപ്പിനെയാണ് കൃപാസനം എന്ന് പറയുന്നത്. ആ പെട്ടകത്തിന് മുകളിൽ ആ പാപത്തിൽ നിന്നും വിശുദ്ധ മന്ദിരത്തെ മുഴുവനായിട്ട് ശുദ്ധീകരിക്കുന്നത് വേണ്ടി മഹാപുരോഹിതൻ രക്തം തളിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഈ ഭൗമിക വിശുദ്ധ മന്ദിരം എന്തിനെ കുറിക്കുന്നു അല്ലെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു, അതെന്തിൻ്റെ മാതൃകയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് സ്വർഗത്തിലെ മാതൃകയാണ്. സ്വർഗത്തിൽ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വർഗത്തിലെ ആലയത്തിൻ്റെ അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ദൈവം കൃത്യമായ അളവ് മോശയ്ക്ക് നൽകിയ പ്രകാരമാണ് മോശെ ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 11-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിലുള്ളതായ ആലയത്തിൻ്റെ അല്ലെങ്കിൽ അതിനുള്ളതായ വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയാണ് ഭൂമിയിലുള്ളതെങ്കിൽ അപ്പോൾ അതിനകത്തുള്ളതായ ആ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളതായ നിയമപ്പെട്ടകത്തിനുള്ളതായ 10 കൽപ്പനകൾ എവിടെയുണ്ടായിരിക്കും? അതിൻ്റെ ഒറിജിനൽ ദൈവത്തിൻ്റെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ തലവാചകം ദൈവിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം, ദ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ്സ് ഗവൺമെൻറ് എന്നുള്ളതായ ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 10 കൽപ്പനകളായ ന്യായപ്രമാണമാണ് എന്ന് നമ്മൾ തിരുവചനത്തിലൂടെയും ഇന്ന് ഈ ആഴ്ച പഠിക്കാനുള്ള വേദഭാഗത്തിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, വിശുദ്ധ മന്ദിര ശുശ്രൂഷയെക്കുറിച്ചൊക്കെയും ചിന്തിച്ചു. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ആ കാലത്ത് 1844 18-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയത്തൊക്കെയും ഒക്ടോബർ 22-ാം തീയതി 1844 കർത്താവ് യേശുക്രിസ്തു വരുമെന്ന് അവർ ചിന്തിച്ചു. അവർ വചനം പഠിച്ചതിനനുസരിച്ച് അവർ വിശ്വസിച്ചു. പക്ഷെ അത് അന്ന് വന്നില്ല. പകരം ആ കാലത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്തു ചെയ്തു? വിശുദ്ധ സ്ഥലത്തിൽ നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് ശുശ്രൂഷിക്കാൻ മഹാപുരോഹിതനായിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശുക്രിസ്തു പ്രവേശിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ അവിടെ പരിശോധന ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ളതായ മരിച്ച ആ പഴയ കാലത്ത് മരിച്ച ഓരോ വ്യക്തികളിൽ നിന്നും ജീവിച്ചിരിക്കുന്നവരിലേക്ക് ന്യായവിധി എടുക്കുകയാണ്. ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് യേശുക്രിസ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത് എന്നുകുറിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൽ വിശ്വസിച്ച് ഈ അന്ത്യനാളുകളിൽ നമ്മൾ ജീവിക്കുക. ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത 10 കൽപ്പനകൾ നമ്മുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമം മാറ്റമില്ലാത്തതാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 89-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നീതിയും ന്യായവും എന്ന് പറയുന്നത്, നീതി, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ എന്ന് തിരുവചനത്തിൽ സങ്കീർത്തനങ്ങളിൽ 119-ാം സങ്കീർത്തനം 172-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അതിൻ്റെ ആ വാക്കിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു, അതുപോലെ ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. അതുപോലെ ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ 119-ാം സങ്കീർത്തനം 172-ാം വാക്യം നമ്മൾ വായിച്ചതുപോലെ, നിന്റെ ന്യായപ്രമാണം സത്യമാകുന്നു 142-ാം വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ മരണത്തോടു കൂടെ സകല കൽപ്പനകളും നിയമങ്ങളും ഒക്കെയും മാറിപ്പോയി എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ കർത്താവായ യേശുക്രിസ്തു തിരുവചനത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ല. എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിക്കെങ്കിലും മാറ്റം വരികയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം വീണ്ടും ചിന്തിക്കുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ, ശബത്ത് അതുപോലെ കൽപ്പന, ഇത് രണ്ടും തമ്മിൽ എന്താണ്? 10 കൽപ്പനയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായ ഒരു കൽപ്പനയാണ് 4-ാം കൽപ്പനയായ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളതായ കൽപ്പന. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് ദിവസമാണ് ദൈവം ആരാധനയ്ക്കായിട്ട് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ച ദിവസം എന്ന് പറയുമ്പോൾ 7-ാം ദിന ശബത്താണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ,
3 ദൂതന്മാരുടെ ദൂതൊക്കെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാം ദൂതൻ്റെ ദൂത്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് ഒരു പ്രത്യേകം ജനതയോട് മാത്രമല്ല, സകല ജാതികൾക്കും ഭാഷക്കാർക്കും ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കും ആണ് ഈ 3 ദൂതും നൽകിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യരാശികൾക്കും ഉള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ശബത്ത് എന്ന് പറയുന്നത് വിശ്രമം. ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അവയിലുള്ള സകല ചരാചരങ്ങളും സൃഷ്ടിച്ചു. 7-ാം ദിവസം നിവൃത്തനായി വിശ്രമിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു. 7-ാം ദിവസം അല്ലെങ്കിൽ വിശ്രമത്തിലായി ഇരുന്നത് കൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. വേറൊരു ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിട്ടില്ല. ഈ ഒരു ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച ശബത്ത് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. പലരും ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ദിവസം എന്ന് പറയുന്നത് അത് വെറും മനുഷ്യർ സാത്താൻ്റെ പ്രേരണയാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആരാധന ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതായ ആ ദിവസം അനുഗ്രഹിച്ച് മനുഷ്യർക്ക് നൽകിയപ്പോൾ മനുഷ്യർ അത് അവരവരുടെ അവസ്ഥകൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ നിയമത്തിന് വിപരീതമായി അവർ ഒരു നിയമം ഉണ്ടാക്കി കാണുവാനായിട്ട് സാധിക്കുന്നു. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നു അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുക്കളെയും ഞാൻ അവർക്ക് കൊടുത്തു. അതിൻ്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം വീണ്ടും വായിക്കുന്നു: എൻ്റെ ശബത്തുക്കളെ വിശുദ്ധീകരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്നു നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഈ വിശുദ്ധ ശബത്ത് അത് വെറുമൊരു 4-ാം കൽപ്പനയായിട്ട് നമ്മൾ കണക്കാക്കരുത്. ആ 10 കൽപ്പനയിൽ, ദൈവം സ്വന്തം വിരലുകളാൽ എഴുതപ്പെട്ടതായ 10 കൽപ്പനയിൽ 4-ാമത്തെ കൽപ്പനയ്ക്കുള്ളതായ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കൽപ്പനയിൽ മാത്രമാണ് ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവ് എന്നുള്ളത് വരച്ചു കാണിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 12 വരെ വായിക്കുമ്പോൾ ത്രിവിധ ദൂത്, 3 ദൂതന്മാരുടെ ദൂത് കാണുന്നു. 1-ാം ദൂതൻ്റെ ദൂത് നമുക്ക് കണ്ടു: ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ, ആരാധിപ്പിൻ, ബഹുമാനിപ്പിൻ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്രകാരം ആ ന്യായവിധിയുടെ നാഴിക എത്തിയിരിക്കുന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യരാൽ നിയോഗിക്കപ്പെട്ടതായ ഞായറാഴ്ച ദിവസമല്ല, മറിച്ച് ദൈവം തന്നെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചതായ ഒരു ദിവസമുണ്ട് തിരുവചനത്തിൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ശനിയാഴ്ചയാണ്, ശബത്താണ്, വിശുദ്ധ ശബത്ത് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദിവസമാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അതോ മനുഷ്യരാൽ രചിക്കപ്പെട്ടതായ ഞായറാഴ്ചയാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിനെ മറുതലിച്ച് ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടല്ലേ നാം ആരാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ശബത്ത് 4-ാം കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് 6 ദിവസം കൊണ്ട് ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഈ 4-ാം കൽപ്പന നാം ശബത്ത് പ്രമാണിക്കുമ്പോൾ, ശനിയാഴ്ച ആരാധിക്കുവാൻ പള്ളിയിൽ വരുമ്പോൾ നാം ഒന്നുകൂടെ ഓർക്കേണ്ടതുണ്ട്. ഈ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെയും സൃഷ്ടിച്ചത് യഹോവയായ ദൈവമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു കൽപ്പനയാണ്, ഒരു ദിവസമാണ് ശബത്ത് ദിവസം, ശബത്ത് കൽപ്പന എന്ന് പറയുന്ന 4-ാമത്തെ കൽപ്പന. അത് നാം മറക്കരുത്.
10 കൽപ്പനയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഹൃദയഭാഗത്ത് നിൽക്കുന്നതായ ശബത്ത് കൽപ്പന നാം പ്രമാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുപോലെ വെളിപ്പാട് പ്രവചന പുസ്തകം 12-ാം അധ്യായം 13-ാം അധ്യായം ഒക്കെയും വായിക്കുമ്പോൾ പിശാചിനെക്കുറിച്ചും പിശാചിന് സത്യസഭയോടുള്ളതായ വിദ്വേഷത്തെക്കുറിച്ചും സത്യസഭയെ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് സത്യസഭയെ നമ്മൾ കാണിക്കുന്നു. സ്ത്രീ ആ സത്യസഭയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ സാത്താൻ പരീക്ഷിക്കുന്നു, അടിച്ചമർത്തപ്പെടുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ഇതൊക്കെ നാം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1260 വർഷക്കാലം സാത്താനാൽ പ്രേരണനായി പാപ്പാത്വ ശക്തി ദൈവജനത്തെ ദൈവസഭയെ ഉപദ്രവിച്ചതായ കാലഘട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 13-ാം അധ്യായത്തിൽ മൃഗത്തെയും അതിൻ്റെ മുദ്രയെയും ഒക്കെയും കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ സംഖ്യ ഒക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. മൃഗത്തിൻ്റെ അടയാളം എന്നുള്ള ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞായറാഴ്ച ആരാധന ഇന്ന് ഭൂലോകത്തിലൊക്കെയും വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും സത്യമറിയാതെ പലരും ക്രിസ്ത്യാനികൾ പലരും ആ ഞായറാഴ്ച ആരാധനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സത്യം, തിരുവചനത്തിൽ എന്തു പറയുന്നു എന്നാരും നോക്കുന്നില്ല. അവർ അവരുടെ പള്ളികളിൽ പോയി അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെയും ഗ്രഹിച്ച് അതാണ് സത്യമെന്ന് വിശ്വസിച്ച് വരുന്നു. പക്ഷേ സത്യത്തിൻ്റെ വശത്ത് നിൽക്കുവാൻ അന്നും ഇന്നും ചുരുക്കം ചിലർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ദൈവം ഒരു ശേഷിപ്പിനെ എല്ലാ കാലത്തും സൂക്ഷിച്ചു വച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ അത്തരത്തിലൊരു ശേഷിപ്പ് സഭ ഉണ്ട്, ഇനിയും ഉണ്ടാകും എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ പ്രധാനമായും ഈ പോരാട്ടത്തിൻ്റെ നന്മയും തിന്മയും ഉള്ളതായ പോരാട്ടത്തിൻ്റെ അവസാനത്തിൽ 2 ജാതികളായിട്ട് അല്ലെങ്കിൽ 2 വംശക്കാരായിട്ട് മാറുന്നതായിട്ട് കാണുന്നു. ഒന്ന്, 4-ാം കൽപ്പനയെ വിശുദ്ധിയോടെ സൂക്ഷിച്ചും കൊണ്ട് ദൈവം സൃഷ്ടിച്ച ഈ ദിവസം, ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചായ ഈ ദിവസമാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും അതുപോലെ ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവ് എന്നുമുള്ള ബോധ്യത്തോടുകൂടെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത ഉണ്ടായിരിക്കും. അതുപോലെ മൃഗത്തെ ആരാധിക്കുന്നവർ, അതായത് സൃഷ്ടാവിൻ്റെ ജ്ഞാപകമായ ശബത്തിനെ ആദരിക്കാതെ തച്ചുടയ്ക്കുവാനും ശ്രമിച്ച് റോമിൻ്റെ സൃഷ്ടിയായ ഞായറാഴ്ച ആചാരത്തെ ഉയർത്തിക്കാണിപ്പാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനത ഈ അന്ത്യനാളുകളിൽ ജീവിക്കും. അങ്ങനെ 2 കൂട്ടമായിട്ട്, ഒന്ന് ദൈവത്തെ ആരാധിക്കുന്നവരും മറ്റേത് പിശാചിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ മൃഗത്തെ ആരാധിക്കുന്നതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ ആ ഞായറാഴ്ച ആരാധനയിൽ നാം അകപ്പെടാതെ ദൈവം നമുക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായ ആ വിശുദ്ധ ശബത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് ഈ അന്ത്യനാളുകളിൽ ശ്രമിക്കുക. പലരും പറയുന്നുണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടെ എല്ലാം നീങ്ങിപ്പോയി, ശബത്ത് നീങ്ങിപ്പോയി, എല്ലാം. അതൊക്കെയും പഴയ നിയമകാലത്താണ്. പക്ഷേ നാം തിരുവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശബത്ത് ലംഘിച്ചിട്ടില്ല, കർത്താവിൻ്റെ ശിഷ്യന്മാർ ശബത്ത് ലംഘിച്ചില്ല, ആദിമസഭ ശബത്ത് ലംഘിച്ചില്ല എന്നൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് പൈശാചിക ഇടപെടൽ സഭയ്ക്ക് ഉള്ളിൽ കയറി വരികയും അത് കാലക്രമേണ ഞായറാഴ്ച ദിവസത്തിലേക്ക് മാറിപ്പോയതും ഒക്കെ നമുക്കറിയാവുന്നതായ കാര്യമാണ്. അപ്പോൾ എന്താണ് ക്രൂശിൽ തറച്ചത് അല്ലെങ്കിൽ എന്താണ് നീങ്ങിപ്പോയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വരുവാനിരിക്കുന്ന മശിഹ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ യാഗമായി തീരും. ആ സത്യത്തെ അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വന്നിരുന്നതായ പഴയ നിയമകാലത്ത് യാഗാദി കർമ്മങ്ങളും
മോശൈക ന്യായപ്രമാണങ്ങളുമാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തോടെ അല്ലെങ്കിൽ ക്രൂശ് മരണത്തോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മാഞ്ഞു പോയത്. അല്ലാതെ അതിനു മുൻപ് ദൈവം സൃഷ്ടിച്ചായ ശബത്തിനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നും ഒരിക്കലും ഒരു വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങിപ്പോകുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ ഉള്ളതായ വേദഭാഗം ഇപ്രകാരം വായിക്കുന്നു. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനു വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നു ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നതായ പ്രസ്താവനയാണ്. എന്താണ്? ആകയാൽ എന്താണ്? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ ഇതൊക്കെയും നീക്കിയവർ പിശാചിൻ്റെ പ്രേരണയാലാണ് എന്ന് വാസ്തവമായിട്ട് സംശയമില്ലാതെ നമുക്ക് പറയാൻ തക്ക സാധിക്കും. നാം ഈ സത്യം തിരിച്ചറിഞ്ഞ് സത്യസഭ ഏതെന്ന് മനസ്സിലാക്കി, ശബത്തിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന സഭ ഏതെന്ന് മനസ്സിലാക്കി വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. 3 മാലാഖമാരുടെ അന്ത്യ സന്ദേശം നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമത്തെ ദൂതൻ ഉച്ചത്തിൽ പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് കാണുന്നു. ഇത് വരച്ചു കാണിക്കുന്നത് ഇതൊക്കെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കാവൂ, ആ ദൈവത്തിന് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്ന് തിരുവചനം പറയുന്നു. ആ ദൈവം ആരാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ദൂതൻ പറയുന്നു, വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു. ഈ ബാബിലോൺ എന്ന് പറയുന്നതായ ഒരു ഭാഗം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇത് വീഴ്ച ഭവിച്ച ഒരു മതവ്യവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. അതായത് ശരിയായ രീതിയിലുള്ളതായ പഠനം നൽകാതെ വേദപുസ്തകത്തിന് വിപരീതമായി ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇത് കുറിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ വളർച്ച നിന്നുപോയി, അവരെ നശിപ്പിക്കാനായിട്ട് ദൈവം വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് ഒന്നാം ദൂതൻ്റെ ദൂത് നിരസിച്ച് തെറ്റായ ആരാധന സമ്പ്രദായത്തിന് അനുകൂലമായി വിശ്വാസത്യാഗപരമായ മതവ്യവസ്ഥയെ പിന്തുടരുന്നു. അതുകൊണ്ടാണ് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നതിനെതിരെ വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ളതായ വേദഭാഗത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 2 പ്രധാന തിരഞ്ഞെടുപ്പുകളെ നമ്മുടെ മുൻപാകെ ദൈവം വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സൃഷ്ടിതാവായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവത്തെ ആരാധിച്ച് സേവിച്ചു പോരുക, അല്ലെങ്കിൽ മൃഗത്തെ ആരാധിക്കുക. നമുക്കറിയാം ആരാണ് മൃഗം, ആരാണ് യഥാർത്ഥ ദൈവം. അത്തരത്തിൽ നല്ലൊരു തീരുമാനം നാം എടുക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ വൻ പോരാട്ടത്തിൻ്റെ അവസാന ഭാഗം അല്ലെങ്കിൽ അവസാനത്ത് ക്രിസ്തീയ സഭ 2 വിഭാഗങ്ങളായിട്ട് മാറും. ഒന്ന് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ വിശ്വാസമുള്ളവരുമായ ഒരു കൂട്ടം ജനത. അതുപോലെ രണ്ടാമത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുകയും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനത ആ സമയത്ത് അന്ത്യസമയത്തുണ്ടാകും. നാം ഇതിലേതിൽ പെടും?
ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവരും ആയിട്ടുള്ള ആ സഭയിൽ നാം പെടുമോ, അതോ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരുടെ ആ ഒരു ഇടയിൽ അല്ലെങ്കിൽ ആ ജനത്തിൽ പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇത്തരത്തിൽ ഇതിലേത് നാം തിരഞ്ഞെടുക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. നാം എല്ലാവരും പ്രത്യാശിക്കുന്ന ഒന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരും, ഈ ഭൂലോകത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ട് എന്ന്. ആ ന്യായം വിധിക്കുന്നതായ കർത്താവിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ ന്യായവിധിയിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ അളക്കുന്നതിനുള്ളതായ മാനദണ്ഡം അല്ലെങ്കിൽ മനുഷ്യരെ ന്യായം വിധിക്കുന്നതിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു ലോയുണ്ട്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ന്യായപ്രമാണം 10 കൽപ്പന. ആ 10 കൽപ്പന ആണ് ന്യായവിധിയുടെ മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ 10 കൽപ്പനയാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം ആ 10 കൽപ്പനയും പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് ചിന്തിക്കുക. 4-ാം കൽപ്പന ഉൾപ്പെടെ ഉള്ളതായ 10 കൽപ്പനകളും നമ്മൾ പ്രമാണിച്ച് ജീവിക്കുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഞായറാഴ്ചയല്ല യഥാർത്ഥത്തിൽ ശബത്ത് ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശനിയാഴ്ചയാണ് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം എന്ന് പറയുന്നത്, വിശുദ്ധ ശബത്തായ ശനിയാഴ്ചയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വേദപുസ്തകം പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുന്നുവെങ്കിൽ വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി കർത്താവായ ദൈവം നൽകും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക. ഇതൊക്കെ നമ്മൾ അറിയാവുന്നവരാണ്. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടിക്കുകയാണോ നമ്മൾ, അതോ ഒന്നും ഇതുവരെയും അറിയാത്തവരാണോ? ഇതുവരെ നമ്മളൊന്നും അറിയാത്തവരാണെങ്കിൽ ഇന്ന് എന്നിലൂടെ തിരുവചനം, ദൈവവചനം നാം കേട്ടു, അതനുസരിച്ച് സത്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതായ ഭാഗം, അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ന്യായപ്രമാണമാണ്. 4-ാം കൽപ്പന ഉൾപ്പെടെയുള്ളതായ 10 കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് ഈ 10 കൽപ്പനകൾ ഉൾപ്പെടുത്തിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ അതനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായി നടക്കുവാനായിട്ട് വലിയവനായി ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠപഠനത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച കർത്താവെ, നല്ല സത്യത്തിനായി സ്തോത്രം. അടിയങ്ങൾ ഈ കർത്താവെ കോട്ടയിലുടനീളം വൻ പോരാട്ടത്തെക്കുറിച്ച്, നന്മയും തിന്മയും ഉള്ളതായ പോരാട്ടം, സാത്താനും ക്രിസ്തുവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പഠിക്കുന്നു. കർത്താവെ, സാത്താൻ കർത്താവെ എത്രമാത്രം സത്യസഭയെ ഉപദ്രവിച്ചു എന്നും സത്യത്തെ മാറ്റി നിർത്തി വ്യാജത്തെ സത്യവുമായി കൂട്ടിക്കലർത്തിയെന്നും അടിയങ്ങൾ മനസ്സിലാക്കി. അങ്ങ് സൃഷ്ടിച്ചുണ്ടാക്കിയതായ 7-ാം ദിവസത്തെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. 7-ാം ദിന ശബത്തിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചായ അങ്ങ് അടിയങ്ങളെ ഓരോരുത്തരോട് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശബത്തിനെ അന്ത്യനാളുകളിൽ അനുസരിച്ച് ജീവിപ്പാൻ, ഞായറാഴ്ച ആരാധനയെ പൂർണ്ണമായും കർത്താവെ മാറ്റി നിർത്തിക്കൊണ്ട് അന്ത്യകാലത്ത് നടക്കുവാനിരിക്കുന്നതായ വലിയ കഷ്ടതയിൽ അടിയങ്ങൾ ഉൾപ്പെടാതെ കർത്താവെ സത്യസഭയിൽ അംഗങ്ങളായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരും സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് സകലത്തിൻ്റെ സൃഷ്ടിതാവ്. അങ്ങേ മാത്രം ആരാധിച്ച് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യൻ അങ്ങയുടെ നിയമങ്ങളെ കർത്താവെ നീക്കുവാനും മാറ്റുവാനും ശ്രമിക്കുന്നു. എന്നിരുന്നാലും അത് പൂർണ്ണമായി വിജയം കൈവരിക്കാൻ തക്കവണ്ണം സാധിക്കില്ല എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അവസാന സമയത്ത് സത്യസഭയെ രക്ഷിക്കുവാനായിട്ട്, സ്വന്തം ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് അങ്ങ് വരുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, അന്ത്യനാളിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടിയനോട് കൂടെ കർത്താവ് ഇന്ന് പഠിച്ചായ ഓരോ ദൈവമക്കളെ ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവോട് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാം ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളയണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.